ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല ഫൈനായിട്ടൊരു വെതർ കണ്ടീഷനായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾ അത്ര ഫൈനല്ലായിരുന്നു. രാവിലെ തന്നെ മക്കൾക്ക് മൂന്നാൾക്കും നല്ല ഫീവർ ഉണ്ടായിരുന്നു. മോൾക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ചൊന്ന് സെറ്റിലായി. പക്ഷേ ഇളയ 2 പേർക്കും മെഡിസിൻ എടുത്തിട്ട് മാത്രം ഒരു മാറ്റം തോന്നിയില്ല. പ്രത്യേകിച്ച് നൈനൂനും വീസിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നെബുലൈസേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഐഡിയ ആണെങ്കിലും അത്ര ഓക്കെ അല്ല ആൾ. പക്ഷെ അവിടെ പോയിട്ട് അടങ്ങി ഒന്നും ഇരിക്കാണ്ട് അതിലേക്ക് ബഹളം വെച്ച് നടക്കുമായിരുന്നു. പിന്നെ ഒരു 2 മണിയൊക്കെയായി ഞങ്ങൾ തിരിച്ച് എത്തിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലാപ്ടോപ്പ് ടേബിൾ ഉണ്ടല്ലോ, അതാണ്. നമുക്ക് ബെഡിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടേബിളാണേ. ഇത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ചില സമയത്ത് ബെഡിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പം മുതുക് നന്നായിട്ടിങ്ങനെ വളഞ്ഞാണ് ഇരിക്കാറ്, പഠിക്കാതിരിക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ടേബിൾ മേടിച്ചത്, അവർക്ക് ബെഡിലൊക്കെ വെച്ച് യൂസ്ഫുൾ ആവുന്ന പോലെ പഠിക്കാൻ വേണ്ടിയിട്ട്. വാങ്ങുമ്പോൾ എനിക്ക് അത്ര ഡൗട്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് നല്ലതായിരിക്കുമോ എന്നൊക്കെ. കാരണം ഒരു 350 റേഞ്ചേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. തീരെ ഒരു ലോക്കൽ പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവരൊന്ന് ഉറങ്ങി എഴുന്നേറ്റൊക്കെ കഴിഞ്ഞപ്പം അത്യാവശ്യം ഓക്കെ ആയി. പിന്നെ വൈകിട്ട് ഇന്ന് മദർസ ഉള്ള ദിവസമാണ്. മദർസയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. മോൾക്ക് ഡെയിലി മദർസയില്ല. അവളിപ്പോൾ 6th ആയതുകൊണ്ട് തന്നെ വീക്കിലി ഒരു 4 ഡേയ്സൊക്കെ മദർസയുള്ളൂ. മോന് ഫ്രൈഡേ ഒഴിച്ച് ബാക്കി എല്ലാ ഡേയും മദർസയിൽ പോകണം. മിക്ക ദിവസവും അവൾ തന്നെയാണ് സൈക്കിളിൽ വിടുന്നത്. മിക്ക ദിവസവും സൈക്കിളിൽ പോകുമ്പോഴും തന്നെ 2 പേരും കൂടി അടി ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇന്ന് എന്തോ വലിയ വിഷയമില്ലാണ്ട് 2 പേരും കൂടി പോവുകയാണേ. പോയിട്ട് അവരൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വരണത്. വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മുകൾ ടെറസിൽ പോയി നമ്മൾ ഇരിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ. നമുക്കത് ഭയങ്കര കംഫർട്ടബിളാണ് ആ ഒരു ഏരിയ. ബിക്കോസ് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്, മുന്തിരി വളർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ആംബിയൻസാണ് ഞങ്ങൾക്ക് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയപ്പോഴത്തേന് ഐരി താഴെ നിന്ന് ഞങ്ങളെ വിളിക്കുവാണ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അവനെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുന്ന അത്ര സേഫ് അല്ല. കാരണം അവൻ ഓടി നടന്ന് കഴിഞ്ഞ ദിവസവും വന്ന് വീണ് കാലൊക്കെ പൊട്ടിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഐരിയുടെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അവൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ദിവസവും വൈകുന്നേരവും ഒക്കെ ആയിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും എന്നത്തെയും പോലെ കലാശക്കൊട്ടിന് വേണ്ടിയിട്ട് എൻ്റെ മോനും മോളും കൂടി നല്ല അടിയായിട്ടുണ്ട്. അവൻ നല്ല വഴക്കും ബഹളവും ഒക്കെ ആയി, കരച്ചിലായി. ഇനി ഈ ഒരു ബഹളം മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ,